ولن يتمنوه أبدا بما قدمت أيديهم والله عليم بالظالمين. പരിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ച സന്ദേശങ്ങൾ എന്തെല്ലാമാണ്? അവകൾ ജീവിതത്തിൽ പാലിക്കാൻ സാധിക്കുമോ? അത് പാലിക്കേണ്ടത് എങ്ങനെയാണ് എന്നീ കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കാനും സ്വന്തം ജീവിതത്തിൽ ആത്മാർത്ഥതയോടെ പകർത്താനും ലോകം മുഴുവനും എത്തിച്ചു കൊടുക്കാനും അല്ലാഹു തആല ഈ ഉമ്മത്തിൽ ഓരോ കാലഘട്ടങ്ങളിലും സൗഭാഗ്യവാന്മാരായ ദാസന്മാരെ, ദാസികളെ തിരഞ്ഞെടുക്കുന്നതാണ്. അങ്ങനെയുള്ള മഹത്തുക്കളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല നല്ല ഉമ്മമാർ, അവരിലൂടെ ഉദിച്ചുയർന്ന ഉന്നതമായ താരങ്ങൾ. അങ്ങനെ ഇസ്ലാമിക വാഹക സംഘം സഹാബാക്കളിൽ നിന്നും ആരംഭിച്ച് താബിഈങ്ങളിലൂടെ, തബഉ താബിഈങ്ങളിലൂടെ, ഇമാമുകളിലൂടെ, മുഹദ്ദിഥീങ്ങൾ, മുഫസ്സിരീങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങുകയുണ്ടായി. ഈ സമയം ഹിജ്റ 400 വർഷം പിന്നിട്ടു. ഒരു ഭാഗത്ത് ഇസ്ലാമിക വിജ്ഞാനങ്ങളെല്ലാം വളരെ നല്ല നിലയിൽ ക്രോഡീകരിക്കപ്പെട്ടു എങ്കിലും മറുഭാഗത്ത് തത്വശാസ്ത്രത്തിന്റെയും ബൗദ്ധിക ബുദ്ധിപരമായ വിജ്ഞാനങ്ങളുടെയും ബഹളങ്ങൾ ശക്തി പ്രാപിക്കുകയുണ്ടായി. സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള ന്യൂനതകളും പാപങ്ങളും സമുദായത്തിൽ ഉണ്ടായി. ഈ സമയത്ത് അല്ലാഹു തആല സമുദായത്തെ സമുദ്ധരിക്കുന്നതിന് തിരഞ്ഞെടുത്ത ഒരു മഹാപുരുഷനാണ് ഇമാം അബൂ ഹാമിദ് മുഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി. ഇറാനിൽ ജനിച്ച മഹാനവറുകൾ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കി അല്ലാഹു നൽകിയ അപാരമായ ബുദ്ധി സാമർഥ്യത്തിന്റെ വെളിച്ചത്തിൽ വിജ്ഞാനത്തിന്റെ വിവിധ മേഖലകളിൽ മുന്നേറുകയും അവസാനം അന്നത്തെ ഇസ്ലാമിക കേന്ദ്രമായ ബഗ്ദാദിലെ ഏറ്റവും ഉയർന്ന സ്ഥാപനത്തിലെ സമുന്നത സ്ഥാനത്ത് അവരോധിക്കപ്പെടുകയും ചെയ്തു. പക്ഷെ എല്ലാം ഉണ്ടെങ്കിലും ഏതോ പ്രധാനപ്പെട്ട കാര്യം ഇല്ല എന്ന് മഹാനവറുകൾ അവിടെ വെച്ച് തിരിച്ചറിഞ്ഞു. ഏറ്റവും വലിയ അറിവ് തിരിച്ചറിവാണ്. എനിക്ക് അറിവിന് അറിവ്, സ്ഥാനത്തിന് സ്ഥാനം, മാനത്തിന് മാനം എല്ലാമുണ്ട്. പക്ഷേ എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യമില്ല. അതാണ് ഈ അറിവ് മനസ്സിലേക്ക് ഇറങ്ങി മനസ്സിനെ പ്രകാശിപ്പിക്കുകയും തുടർന്ന് അതിലൂടെ ലോകത്തെ സമ്പന്നമാക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമില്ല എന്ന് മനസ്സിലാക്കി മഹാനവറുകൾ ആ സ്ഥാനമാനങ്ങളെല്ലാം വിട്ടെറിഞ്ഞ് യാത്രയാരംഭിച്ചു. വിവിധ സ്ഥലങ്ങളിൽ കറങ്ങി നടന്നു, അള്ളാഹുവിനെ വിളിച്ചു, ധ്യാനിച്ചു, പടച്ചവനുമായി വളരെയധികം ബന്ധപ്പെട്ടു, അടുത്തു. എന്നിട്ട് മഹാനവറുകൾ ആദ്യം
അതിമഹത്തായ ഗുണങ്ങൾ സ്വന്തം ജീവിതത്തിൽ ഉൾക്കൊണ്ടു. എന്നിട്ട് സമുദായത്തെ ആഹ്വാനം ചെയ്തു, പൊന്നു സമുദായമേ, നിങ്ങൾ ഈ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കിൻ. ഈ വഴിയിൽ മഹാനവറുകൾ കാഴ്ചവെച്ച അതുല്യ ഗ്രന്ഥമാണ്, ഇന്നും പ്രകാശം പൊഴിച്ചുകൊണ്ട് നിൽക്കുന്ന മഹത്തായ ഗ്രന്ഥമാണ് ഇഹ്യാഉ ഉലൂമിദ്ദീൻ, ദീനീ വിജ്ഞാനങ്ങളുടെ പുനർജീവനം എന്ന ഗ്രന്ഥം. വളരെ മഹത്തരമായ ഗ്രന്ഥമാണ്. പക്ഷേ അതിൽ ആഴം നിറഞ്ഞ വിഷയങ്ങൾ ധാരാളം അടങ്ങിക്കിടക്കുന്നു. എങ്കിലും ആ ഗ്രന്ഥത്തിന്റെ പ്രധാനപ്പെട്ട സന്ദേശം എന്റെയും നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. മഹാനവറുകൾ ഈ ഗ്രന്ഥത്തിലൂടെ 40 കാര്യങ്ങളാണ് സമുദായത്തെ ഉണർത്തുന്നത്. സ്വന്തം നഫ്സിനെയും ഉണർത്തുന്നു, സമുദായത്തെയും ഉണർത്തുന്നു. 40 കാര്യങ്ങളാണ് ഉണർത്തുന്നത്. ഒന്ന്, എല്ലാവരും ഇൽമ പഠിക്കണം. അവരവരുടെ കഴിവനുസരിച്ച് എല്ലാവരും ഇൽമ പഠിക്കണം, അറിവ് കരസ്ഥമാക്കണം. വിശ്വാസം നന്നാക്കണം, ശുദ്ധീകരണം നല്ല നിലയിൽ നിർവഹിക്കണം. നമസ്കാരം ശരിയായ നിലയിൽ മനസാന്നിധ്യത്തോടെ നിർവഹിക്കണം. സകാത്തും ദാനധർമ്മങ്ങളും കൃത്യമായി കൊടുക്കണം, അധികരിപ്പിക്കണം. നോമ്പ് നന്നാക്കണം, ഹജ്ജ് വികാര നിർഭരമായി നിർവഹിക്കണം. പരിശുദ്ധ ഖുർആൻ പാരായണം അധികരിപ്പിക്കണം. ദിക്ർ ദുആകൾ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഓരോ ദിവസത്തെയും കാര്യങ്ങൾ, ഓരോ ദിവസവും ചെയ്യേണ്ട നന്മകൾക്ക് സമയം നിശ്ചയിച്ച് കൃത്യനിഷ്ഠയോടുകൂടി നിർവഹിക്കണം. 10 കാര്യങ്ങൾ ആദ്യം ഉപദേശിച്ചു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൽമ കരസ്ഥമാക്കണം, ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം, ഫിഖ് പഠിക്കണം, രചനകൾ വായിച്ച് മനസ്സിലാക്കണം, സംശയമുള്ളത് സൂക്ഷ്മതയുള്ള ആലിമീങ്ങളോട് ചോദിക്കണം, ദീനിയായ മജ്ലിസുകളിൽ താൽപര്യത്തിൽ പങ്കെടുക്കണം. വിശ്വാസവും ആദർശവും നന്നാക്കണം. അള്ളാഹുവിലുള്ള വിശ്വാസം, നബിമാരിലുള്ള വിശ്വാസം, ഇങ്ങനെ വിശ്വാസങ്ങൾ നന്നാക്കണം. ശുദ്ധീകരണം, നമസ്കാരത്തെപ്പറ്റി വളരെ നല്ല നില നിർവഹിക്കുന്നു. ഹൃദയം കൊണ്ട്, നാവ് കൊണ്ട്, പ്രവർത്തനം കൊണ്ട് നല്ല നിലയിൽ നിസ്കരിക്കണം. സകാത്ത് കൃത്യമായി കൊടുക്കണം. ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കണം. നോമ്പ് നല്ല നിലയിൽ പിടിക്കണം. ഹജ്ജിനെ പറ്റി ഉജ്ജ്വലമായി വർണ്ണിക്കുന്നു. ഹജ്ജ് വികാര നിർഭരമായി അനുഷ്ഠിക്കണം. പരിശുദ്ധ ഖുർആൻ പാരായണം അധികരിപ്പിക്കും. നല്ല നിലയിൽ ഓതിൻ. ദിക്ർ ദുആകളുമായി നിരന്തരം ബന്ധപ്പെടിൻ. ഓരോ സമയത്തേക്കുമുള്ള കാര്യങ്ങൾ നിശ്ചയിച്ച് ആ സമയത്ത് ആ കാര്യങ്ങൾ ചെയ്യിൻ. അതിനുശേഷം മഹാനവറുകൾ വേറെ 10 കാര്യങ്ങൾ വിവരിക്കുന്നു. ആ 10 കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പതിവ് കാര്യങ്ങളാണെങ്കിലും മഹാനവറുകൾ പറയുന്നു, അത് നിങ്ങൾ ദീനിന്റെ അടിസ്ഥാനത്തിൽ ചെയ്താൽ അതും ഉയർന്ന ഇബാദത്തായി തീരും. സുബ്ഹാനല്ലാഹ്. ആഹാരം അതിന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് കഴിക്കും. വൈവാഹിക ജീവിതം അതിന്റെ ഇസ്ലാമിക മര്യാദകൾ പാലിക്കും. നല്ല നിലയിൽ സമ്പാദിക്കും. നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സമ്പാദിക്കും. ഹലാല് ഹറാമുകളെ ശ്രദ്ധിക്കും. വ്യത്യസ്ത ജനങ്ങളുമായി ബന്ധപ്പെടുമ്പോഴുള്ള മര്യാദകൾ പാലിക്കും. അനാവശ്യമായി ഇടപഴകാതെ, ജനങ്ങളുമായി ഇടപഴകാതെ ഏകാന്തതയിൽ നല്ല നിലയിൽ കഴിഞ്ഞുകൂടിൻ. യാത്രകൾ ചെയ്യുമ്പോൾ അതിന്റെ മര്യാദകൾ പാലിക്കും. കവിതകളും മറ്റും കേൾക്കുമ്പോൾ അതിന്റെ നിയമങ്ങളും പാലിക്കും. നന്മ ഉപദേശിക്കും, തിന്മ തടയിൻ, സൽസ്വഭാവങ്ങൾ ഉണ്ടാക്കിയെടുക്കിൻ. ഇതിന്റെ അവസാനം മാഷാ അല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
സമുന്നത സ്വഭാവങ്ങളെ പറ്റിയുള്ള സുന്ദര വിവരണത്തോടു കൂടിയാണ് ഇത് അവസാനിക്കുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലാകും. നബിതങ്ങളുടെ സംസ്വഭാവത്തെ പറ്റി ഒരു മനോഹര ചർച്ച ഈ 20ാമത്തെ അധ്യായത്തിൽ മഹാനവറുകൾ നിർവഹിക്കുന്നു. ഇതാണ് സുബ്ഹാനല്ലാഹ്. ദീൻ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെട്ടുകൊള്ളിൻ, പക്ഷെ നിയമങ്ങൾ മര്യാദകൾ പാലിക്കും. തുടർന്ന് മഹാനവറുകൾ പറയുന്നു, 10 സൽഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കിൻ. 10 ദുർഗുണങ്ങൾ വർജിക്കൻ. 10 ദുർഗുണങ്ങൾ വർജിക്കൻ. മനസ്സിൽ നിന്നും ദുർഗുണങ്ങൾ ഉപേക്ഷിക്കൻ. വയറിന്റെയും ഗുഹ്യസ്ഥാനത്തിന്റെയും നാശങ്ങളിൽ തികഞ്ഞ ജാഗ്രത പുലർത്തിൻ. നാവിന്റെ ആടിക്കളി വളരെയധികം സൂക്ഷിക്കൻ. കോപം, അസൂയ, ശത്രുത ഇവകളിൽ വലിയ ശ്രദ്ധ പുലർത്തിൻ. ഭൗതികതയിലേക്ക് വീണുപോകാതിരിക്കാൻ ശ്രദ്ധിക്കൻ. സമ്പത്തിലും അതുപോലെ സമ്പത്തിന്റെ കുഴപ്പങ്ങളെയും പിശുക്കിനെയും ജാഗ്രതയോടുകൂടി നേരിടിൻ. പേരും പെരുമയും വേണം, മറ്റുള്ളവരെയെല്ലാം കാണിക്കണമെന്നുള്ള ചിന്താഗതികൾ വർജിക്കിൻ. അഹങ്കാരവും പെരുമയും ഉൾനാഢ്യവുമെല്ലാം വർജിക്കിൻ. വഞ്ചനയും അഹങ്കാരവും അഹംഭാവവുമെല്ലാം വർജിക്കിൻ. ഇങ്ങനെ 10 കാര്യങ്ങൾ മഹാനവറുകൾ മാനസികമായ ദുർഗുണങ്ങളെ വർജിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. ദുസ്വഭാവങ്ങൾ വർജിക്കിൻ. അതിനുശേഷം അവസാനമായി 4ാം ഭാഗത്തിൽ പറയുന്നു, 10 സൽഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കിൻ. അധികമായി ഇസ്തിഗ്ഫാർ ചൊല്ലിൻ, തൗബ ചെയ്യിൻ, പശ്ചാത്തപിച്ച് മടങ്ങിൻ. സഹനതയും നന്ദിയും മുറുകെ പിടിക്കിൻ. പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ പടച്ചവന് വേണ്ടി സഹിക്കിൻ. അനുഗ്രഹങ്ങളുടെ മാരി വർഷിക്കുമ്പോൾ നന്ദി കാണിക്കിൻ. പടച്ചവന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടും അവന്റെ ശിക്ഷയിൽ ഭയന്നുകൊണ്ടും ജീവിക്കിൻ. ലളിതമായ ജീവിതവും ഭൗതിക വിരക്തിയും തിരഞ്ഞെടുക്കിൻ. അല്ലാഹുവിലുള്ള വിശ്വാസവും അവലംബവും അരക്കിട്ടുറപ്പിച്ച് തൗഹീദിന്റെ ഉന്നതങ്ങളിലേക്ക് പ്രവേശിക്കിൻ. അല്ലാഹുവിനോടുള്ള സ്നേഹവും അവന്റെ പൊരുത്തം കരസ്ഥമാക്കാനുള്ള ആഗ്രഹവും അവന് പൊരുത്തമായ കാര്യങ്ങളിൽ ഇണങ്ങി കഴിയാനുള്ള അവസ്ഥയും അല്ലാഹ് എന്താണ് വിധിച്ചത് അതിൽ സംതൃപ്തിയും ഉണ്ടാക്കിയെടുക്കിൻ. എല്ലാ കാര്യങ്ങളിലും ഉദ്ദേശ ലക്ഷ്യങ്ങൾ നന്നാക്കി നിഷ്കളങ്കതയോടുകൂടി നിർവഹിക്കിൻ. അല്ലാഹു എല്ലാം കാണുന്നുണ്ട് എന്ന ധ്യാനത്തോടെയും നിരന്തരം ആത്മവിചാരണകൾ നടത്തിക്കൊണ്ടും ജീവിക്കിൻ. ദീനിയായ അല്ലാഹുവിന്റെ ഖുദ്റത്തുകളെപ്പറ്റിയും അവന്റെ ശക്തിവൈഭവങ്ങളെക്കുറിച്ചും ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചും അധികമായി ചിന്തിക്കിൻ. അവസാനമായി മരണസ്മരണ അധികരിപ്പിക്കിൻ. വളരെ ആഴം നിറഞ്ഞ വിവരണം മരണത്തെപ്പറ്റി. ഈ 40 വിഷയങ്ങളിലും 2 രീതിയിലുള്ള ചർച്ചയാണ്. ഒന്ന്, അന്ന് പാണ്ഡിത്യത്തിന്റെ വളരെ ചാട്ടവും ബഹളവും ബുദ്ധിശാസ്ത്രത്തിന്റെ ഒച്ചപ്പാടെല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് ആഴം നിറഞ്ഞ നിലയിൽ വിവരിച്ചിരിക്കുന്നു. 2, നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്കും സുഗമമായി മനസ്സിലാകുന്ന രീതിയിൽ ഖുർആനായത്തുകൾ, ഹദീത്തുകൾ, മഹാന്മാരുടെ വചനങ്ങൾ, സംഭവങ്ങൾ ഇതുകൊണ്ടും സമ്പന്നമാക്കിയിരിക്കുന്നു. വളരെ ഉജ്ജ്വലമായി രചന രചിക്കുക മാത്രമല്ല, മഹാനവറുകൾ എന്നിട്ട് ഈ കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിച്ചു. നല്ല ശിഷ്യപരമ്പരയെ കിട്ടി. അവരിലൂടെ ഈ രചനയും ഈ ഗുണങ്ങളും ലോകം മുഴുവനും പരക്കുകയുണ്ടായി.
ലോകം മുഴുവനും പരന്നു. തിന്മയുടെയും മോശത്തരങ്ങളുടെയും കൊടുങ്കാറ്റടിച്ചു വീശിയിരുന്ന ലോകത്ത് നന്മയുടെയും മഹത്വത്തിന്റെയും മഹനീയമായ അവസ്ഥകൾ സംജാതമായി. അള്ളാഹു മഹാനവറുകളെയും മുഴുവൻ മഹാത്മാക്കളെയും തൃപ്തിപ്പെടുമാറാകും.